അപ്പോൾ ഈ ഇങ്ങനെ വന്നിട്ട് എയർ ഹോമിൽ ഒന്നും എക്സ്പീരിയൻസ് ഇല്ലാതെ NHS അപ്ലൈ ചെയ്ത് ജോലി ലഭിച്ചു. അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഇപ്പോൾ ഷിനാസിന് തോന്നുന്നത്? ശരിക്കും NHS ജോലി ലഭിച്ചാൽ NHS പെർമനന്റ് സ്റ്റാഫായിട്ടാണ് ഇപ്പോൾ ജോലി ലഭിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 എംപ്ലോയർമാരിലൊരാണ് NHS. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ടാവല്ലോ. ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളിലും നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ജോലി കിട്ടുന്നതിന്, ഈ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് NHS ജോലി കിട്ടിയതിന് എന്തെങ്കിലും ഒരു ക്യാഷ് ആർക്കെങ്കിലും കൊടുക്കണമെന്നോ? ഇല്ല, NHS അങ്ങനെ നമുക്ക് ഒരു രീതിയിലുള്ള ക്യാഷും ആർക്കും കൊടുക്കേണ്ടതില്ല. നമുക്ക് അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. സ്ഥിരമായിട്ട് NHS നമ്മൾ വേക്കൻസികൾ നോക്കിക്കൊണ്ടിരിക്കുക. വേക്കൻസി വരുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് നമ്മുടെ അപ്ലിക്കേഷനിൽ. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്താൽ നമ്മളെ ഉറപ്പായിട്ടും അവർ ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവിന്റെ സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ